നമസ്കാരം. അങ്ങനെ ചാറ്റ് ജി പി ടിയിലും പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചാറ്റ് ജി പി ടിയുടെ മാതൃകമ്പനിയായ ഓപ്പൺ എ ഇത് നടപ്പാക്കുന്നത്. നമ്മൾ നൽകുന്ന പ്രോംപ്റ്റിന് ചാറ്റ് ജി പി ടി നൽകുന്ന ഉത്തരങ്ങൾക്ക് അടിയിലാണ് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. വൻകിട ആഗോള കമ്പനികളുമായി $2 ലക്ഷം വരെയുള്ള പരസ്യ കരാറുകളിൽ ചാറ്റ് ജി പി ടി ഏർപ്പെടാൻ ശ്രമിക്കുന്നതായാണ് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1000 വ്യൂസിന് $60 എന്ന നിരക്കിലാണ് ചാറ്റ് ജി പി ടി പരസ്യങ്ങൾക്കായി ഈടാക്കുന്നത്. അതായത് OTT പ്ലാറ്റ്ഫോമുകളും ടെലിവിഷൻ ചാനലുകളും എല്ലാം ഈടാക്കുന്ന പ്രീമിയം നിരക്കാണ് പരസ്യങ്ങൾക്കായി ചാറ്റ് ജി പി ടിയും ഈടാക്കുന്നത്. ഗൂഗിൾ ഉൾപ്പെടെയുള്ള വൻകിട ടെക് കമ്പനികളുടെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് പരസ്യങ്ങൾ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഗൂഗിൾ നമ്മളോട് തിരച്ചിൽ നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾക്ക് മുകളിലായി സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ ചാറ്റ് ജി പി ടിയുടെ പരസ്യങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ചാറ്റ് ജി പി ടിക്ക് നമ്മൾ നൽകുന്ന പ്രോംപ്റ്റിന് ചാറ്റ് ജി പി ടി തിരിച്ചു നൽകുന്ന ഉത്തരങ്ങൾക്ക് താഴെയാണ് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. സെർച്ച് എഞ്ചിനിൽ നിന്ന് വിഭിന്നമായി ചാറ്റ് ജി പി ടി ആധികാരികമായ ഒരു ഉത്തരമാണ് എപ്പോഴും നൽകുന്നത്. ആ ഉത്തരത്തിന് താഴെ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉപയോക്താക്കളിൽ ഉണ്ടാക്കുന്നതായാണ് ഇതിനോടകം വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഉത്തരങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ഡേറ്റിംഗ് ആപ്പുകളുടെ വെബ്സൈറ്റിലേക്ക് വരെ ഡൈവേർട്ടഡ് ആയി ഉപയോക്താക്കൾ പോയതായി റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചാറ്റ് ജി പി ടിയുടെ പരസ്യ പരീക്ഷണങ്ങൾക്കെതിരെ ഇതിനോടകം തന്നെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പൈസ കൊടുത്ത് ചാറ്റ് ജി പി ടിയുടെ വരിക്കാരായ ഉപയോക്താക്കൾക്ക് പരസ്യങ്ങൾ ബാധകമല്ല. സൗജന്യമായി ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ഉപയോക്താക്കളുടെ ഉത്തരങ്ങൾക്ക് താഴെ മാത്രമാണ് ഇപ്പോൾ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. ഭാവിയിൽ ഇത് ഏത് തരത്തിൽ മാറുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്.